കോളേജിലെ വടംവലി അടക്കമുള്ള ഓണാഘോഷങ്ങൾക്ക് പുറമെ എല്ലാവരും കൂടി അടുത്തുള്ള അഗതി മന്ദിരത്തിലേക്കും പോകുന്നുണ്ട്. അവിടെയുള്ള അമ്മമാർക്കും അന്തേവാസികൾക്കും ഓണക്കിറ്റും ഓണക്കോടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരോടൊത്ത ഓണസദ്യ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്നുന്റെ മേൽനോട്ടത്തില. അത് ശരി, കൊള്ളാലോ. ചിന്നുന്റെ മേൽനോട്ടത്തിലോ? അതെ ചന്ദ്രമ്മേ, ചിന്നുവാണ് ഓണാഘോഷ പരിപാടികളുടെയൊക്കെ കൺവീനർ. പിന്നെ ഇതുകൊണ്ടൊന്നും തീർന്നില്ലേ? ഇല്ല. ചിന്നുവിന്റെ മേൽനോട്ടത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിലൊരു പായസമേളയും ചിപ്സിന്റെ സ്റ്റാളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ കിട്ടുന്ന ലാഭം മുഴുവൻ പഠിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നല്ല കാര്യമാണല്ലോ. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അവര് ചോദിക്കാതെ തന്നെ സഹായിക്കുന്നത് ചെറിയ കാര്യമല്ല. ഒരു സാമൂഹ്യ സേവനമാണ്. ചിന്നു, അവൾ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചല്ലോ. എനിക്ക് അവളെ ഓർത്ത് അഭിമാനം തോന്നുക. എന്റെ കുട്ടി മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം പഠിച്ചല്ലോ. ഇതിലും വലിയൊരു സന്തോഷം എന്താ കിട്ടാനുള്ളത്? ശരിയാണ്. ഓണം എന്നത് വെറും പൂക്കളവും സദ്യയും മാത്രമല്ല. ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയൊക്കെ വേലിക്കെട്ടുകൾ തകർത്ത് മനുഷ്യരെ എല്ലാം ഒന്നായിട്ട് കണ്ട് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കേണ്ട ഏറ്റവും പവിത്രമായ ഒരു നിമിഷമാണ്. അതിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞവളാണ് നമ്മുടെ ചിന്നു. ഓണത്തിന്റെ അർത്ഥം കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഹാപ്പി ഓണം. കല്യാണി, കോളേജിലെ പായസ ഫെസ്റ്റിവലിനുള്ള അരിയും ശർക്കരയും ഒക്കെ പൂജിച്ചിട്ടുണ്ട്. ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വടക്ക് കിഴക്കായി നാളികേരം ഉടച്ചിട്ട് വേണം അഗ്നി തെളിയിക്കാൻ. എല്ലാ വിഘ്നങ്ങളും മാറും. കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. എന്തിനാ മോളെ ഇതൊക്കെ? ദേവിക്ക് കാണിക്കായിട്ടേക്ക്. വേണ്ടമ്മേ, അമ്മ എന്തിനാ വെറുതെ അവിടെ വന്ന് കിടന്ന് പാടുപെടുന്നേ? മാത്രമല്ല, അതൊരു കോളേജല്ലേ. അമ്മയ്ക്കത് ശരിയാവില്ല. അങ്ങനെ പറയരുത് മോളെ. അമ്മയ്ക്ക് കോളേജിലെ ഓണാഘോഷം കാണണമെന്ന് ആഗ്രഹമില്ലേ?